തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ചില ആക്രി ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും, അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ, കുറേ ആൾക്കാർ, അവർ വന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട്, അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി, എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി, എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു, ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി, ജയിച്ചപ്പോഴും വേട്ടയാടുക. നമസ്കാരം. മാധ്യമങ്ങളോട് ഈ പണി നിർത്തിപ്പോവാൻ കെ സുരേന്ദ്രൻ. മാധ്യമങ്ങൾ കെ സുരേന്ദ്രനോട് ചോദിച്ച ചോദ്യത്തിനാണ് ഇത്തരം മറുപടി സുരേന്ദ്രൻ കൊടുത്തത്. നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് അത് വിശ്വസിച്ച് മറുപടി നൽകാനാണെങ്കിൽ എനിക്കാവില്ല. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ തന്നെ എന്തൊക്കെ വാർത്തകൾ നിങ്ങൾ പുറത്തിറക്കി, എന്തെല്ലാം വഞ്ചനപരമായ നിലപാടുകൾ, എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ ഇറക്കി, എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സുരേഷ് ഗോപി തോറ്റപ്പോൾ നിങ്ങൾ വേട്ടയാടി, ജയിച്ചപ്പോഴും നിങ്ങൾ വേട്ടയാടി എന്ന് കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് ആദ്യം പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് കേരള BJPക്ക് ഒന്നും തന്നെ ഒരു തരത്തിലും ഒരു സ്വാധീനവും ഇല്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. പലതരത്തിലും നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വാർത്തകൾ കേട്ടിട്ട് വിശ്വസിച്ച് അതിന് മറുപടി പറയാനാണെങ്കിൽ നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. സുരേഷ് ഗോപിയെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി കേരളത്തിലെ BJP നേതൃത്വം. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ചില ആക്രി ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും, അവർ വന്നിരുന്ന് പറയാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ, കുറേ ആൾക്കാർ, അവർ വന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ സംസ്ഥാന ഘടകം ശ്രമിക്കുന്നു. ഇതുപോലത്തെ വഞ്ചനാപരമായ ഒരു നിലപാട്, അത് കഴിഞ്ഞ് എന്തെല്ലാം കഥകൾ നിങ്ങൾ എഴുതി, എന്തെല്ലാം പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തി, എന്തെല്ലാം വ്യാജ വാർത്തകൾ നിങ്ങൾ കൊടുത്തു, ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തോറ്റപ്പം നിങ്ങൾ വേട്ടയാടി, ജയിച്ചപ്പോഴും വേട്ടയാടുക. പിന്നെ എന്താണ് വേണ്ടത്? പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വിളിച്ച ചായ സൽക്കാരത്തിൽ അവിടെ നിന്ന് കേന്ദ്ര സഹമന്ത്രി എത്തിയിരുന്നില്ല. അതുവരെ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ എവിടെയാണ് അല്ല, ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഊഹോപോഹങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല. അതിനുള്ള കാരണമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, ഊഹോപോഹം, നിങ്ങൾ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് ചുമതല ഒഴിയും, ഞാൻ അതിനുവേണ്ടി നിൽക്കുക. 5 മണിക്ക് മുമ്പ് ചുമതല നിങ്ങളെ ഏൽപ്പിക്കാൻ. ഇതുപോലത്തെ വ്യാജ വാർത്തകളല്ലേ നിങ്ങൾ ഓരോ ദിവസവും പടച്ചുവിടുന്നത്? ഈ വ്യാജ വാർത്തകൾ വെച്ചിട്ട് അതിന് ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാര്യം ഇതുവരെ പിടികിട്ടിയിട്ടില്ല. BJP കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രിയും എല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് കേരളത്തിന് വേണ്ടി ചെയ്യുന്നത്, എന്തെല്ലാം പരിശ്രമങ്ങളാണ് നടത്തുന്നത്, എന്തുദ്ദേശത്തിലാണ് മന്ത്രിമാരെ നിയമിക്കുന്നത്, എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഇതിനെപ്പറ്റിയൊന്നും ഒരു ധാരണയും നിങ്ങൾക്കില്ല. ഈ സഹമന്ത്രി സ്ഥാനം കൊണ്ട് സുരേഷ് ഗോപി തൃപ്തനാണോ? അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വളരെ ഊഹോപോഹത്തിനൊരു മറുപടി ഞാൻ പറയണമെന്നാണ് പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞു ഇതുപോലത്തെ കള്ളക്കഥകൾ നിങ്ങൾ ബൽറാം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. കള്ളക്കഥകൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഞാൻ ചോദിച്ച 3 ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. സുരേഷ് ഗോപിയെ വെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാനാക്കി. സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ BJP ഔദ്യോഗിക നേതൃത്വം പരിശ്രമിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ 3 ആദ്യ ഉത്തരം പറയും, അത് കഴിഞ്ഞ് ഞാൻ നാളെ പറയും. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ല, സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. അല്ല,
എന്താ പറഞ്ഞ ബിൻരാജ്, നിങ്ങൾക്കൊക്കെ ഈ പണി ഒഴിവാക്കിയിട്ട് വേറെ അല്ലേ എന്ത് മര്യാദയാണ്? അതല്ല ഞാൻ ചോദിക്കുന്നത് പ്രധാനമന്ത്രി അല്ലാതെ അല്ല, നിങ്ങളിപ്പോ അതല്ല എഴുതാൻ പോകുന്നത് ബിൻരാജ. നിങ്ങളെ ചാനല് എന്തെല്ലാം എഴുതി വൈകുന്നേരം കൊണ്ട് ഇരുത്തിയില്ല ഓരോ ആൾക്കാരെ 9 മണിക്ക് 8 മണിക്ക് മാസപ്പടി കൊടുത്ത് അവരൊക്കെ കൊണ്ട് നിങ്ങൾ എന്തെല്ലാം പറയിപ്പിച്ചു. എന്നിട്ട് അതേ ചോദ്യം തന്നെ ഇപ്പൊ വീണ്ടും ചോദിക്കുകയാണ്. അതായത് കെ സുരേന്ദ്രനെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇത്ര 20 വർഷം 15 വർഷമായി ഡൽഹിയിൽ മാധ്യമ പ്രവർത്തനം നടന്നത്. എങ്ങനെയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്? മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഇതൊന്നും അറിയാതെ ഇത് ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത്? ബിനുരാജെ, എന്നെ നിങ്ങൾ ഇല്ല, ആ പരിഗണന നിങ്ങൾ ഒരിക്കലും തന്നിട്ടില്ല. നിങ്ങളല്ല, വൈകാരികല്ല. സുരേന്ദ്രൻ, ഞാൻ ജൂൺ 2020 ഫെബ്രുവരി 15 പ്രസിഡന്റായിട്ട് 2 മാസം കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റിയവരാണ് നിങ്ങൾ. 12 തവണയായി നിങ്ങൾ മാറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ചോദ്യത്തിനൊന്നും ഒരു മറുപടി പറയാനേ ഇല്ല. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.